ഇതിൻ്റെ ആ ഒരു ലേസ് കണ്ടോ, ഭയങ്കര കട്ടി. ഇത്രയും പോയിന്റഡ് ആയിട്ടുള്ള ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഡെയിലി വരാകുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണമല്ലോ. ട്രാൻസ്പെറൻറ്റ് ഹീൽസ് ആണ്, നല്ല ഭംഗിയുണ്ട്. സാരിയുടെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആമസോൺ ഹോൾ വീഡിയോ ആണ്. എവിടെയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളൊരു ഹോൾ വീഡിയോ ചെയ്യാനായിട്ട് പോവാണ്. ഫുഡ് വെയർ ഹോളാണ്. കുറച്ചധികം ഹീൽസും അതുപോലെ തന്നെ ഈ സ്നീക്കേഴ്സ് അതുപോലെയുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കി, ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് മാത്രമേ ട്രൈ ചെയ്യാതെ ഉള്ളൂ. കാര്യം അത് നല്ല അത്യാവശ്യം വലിയ ഹീൽസ്, അപ്പോൾ അത് ഇട്ടുകൊണ്ട് പോകാനുള്ള ഒരു സിറ്റുവേഷൻ വരാത്തതുകൊണ്ട് അത് മാത്രം ട്രൈ ചെയ്തില്ല. ബാക്കിയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള റിവ്യൂവും കൂടെയാണ് ഇതിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പം ഏതൊക്കെ പ്രോഡക്റ്റാണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. കാര്യം ഞാൻ അധികം ഹീൽസ് യൂസ് ചെയ്യാത്ത ആളാണ്. ഹീൽസ് യൂസ് ചെയ്യും. 2 ഇഞ്ച് ഹീൽസൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഞാൻ വെയർ ചെയ്തുകൊണ്ട് നടക്കും. 3 ഇഞ്ചൊക്കെ ഭയങ്കര പാടാണ്. ഞാൻ ഇങ്ങനെയായിരിക്കും നടക്കണത്. ഭയങ്കര പാടാണ്, എന്നെ കൊണ്ട് പറ്റില്ല, ഒട്ടും പറ്റില്ല. പക്ഷേ വെഡ്ജസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പോയിൻറ്റഡ് ഹീൽസ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോരോ പ്രോഡക്റ്റ് എടുത്ത് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഇത്രയും പ്രോഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൽ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ഹാളിൽ നമ്മൾ ഒരേ ഒരു സ്നീക്കേഴ്സ് വാങ്ങിച്ചിട്ടുള്ളൂ. എനിക്ക് ചങ്കി സ്നീക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അത് അപ്പോഴും ഇപ്പോഴും ഒക്കെ ട്രെൻഡിങ് തന്നെയാണ്. അപ്പം എനിക്ക് വൈറ്റ് ചങ്കി സ്നീക്കേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ചീത്തയായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്നീക്കേഴ്സ് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഒരു ഡിഫറെൻറ്റ് കളറാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. മാർക്ക് ലോയർ എന്ന് പറഞ്ഞൊരു, അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് വിഷയം, മാർക്ക് ലോയർ. ഓക്കെ, എന്നൊരു ബ്രാൻഡിൽ നിന്നാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിരിക്കുന്നത്. ഐ ലൈക്ക് ഇറ്റ്, ബട്ട് ഐ ഡിഡ്ന്റ് ട്രൈ ഇറ്റ്. ഓക്കെ, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫോട്ടോയിൽ കണ്ടപ്പോൾ അത്ര വലിയ അട്രാക്ഷൻ തോന്നിയില്ലെങ്കിലും ഉള്ളതിൽ ഭേദം എന്നും പറഞ്ഞ് ഞാനിത് വാങ്ങിച്ചത്. പക്ഷേ നേരിട്ട് കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഈ ഒരു സ്നീക്കേഴ്സിൻ്റെ പ്രത്യേകത കണ്ടോ, ഇതിൻ്റെ ആ ഒരു ലേസ് കണ്ടോ, ഭയങ്കര കട്ടിക്കാന്ന് പറയാം. പക്ഷേ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ചങ്കി സ്നീക്കേഴ്സിൽ ഇത്രയും കട്ടിയുള്ള ലേസ് അല്ലായിരുന്നു, കുറച്ചുകൂടെ തിന്നായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര തിക്കായിട്ടുള്ള കുറച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ടൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഒരു ചങ്കി സ്നീക്കേഴ്സാണ്. ഞാൻ ട്രൈ ഓൺ ഹോൾ ചെയ്യുന്നില്ല കേട്ടോ, ബിക്കോസ് പറ്റുമെങ്കിൽ ചെയ്യാം, ഞാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്നീക്കേഴ്സ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. സോ ദിസ് ഈസ് ദ സ്നീക്കർ. ഇതിൻ്റെ കളർ കോംബോ ആയാലും ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ കൈൻഡ് ഓഫ് ഒരു ചങ്കി സ്നീക്കറാണ്. അത്യാവശ്യം എന്താ പറയുക, ഒരു ചില ചങ്കി സ്നീക്കേഴ്സ് ഭയങ്കര വലുതായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? അത്രയും വലുതാണെന്ന് വെച്ചാൽ അത്രയും വലുതല്ല, എന്നാൽ ചെറുതാണെന്ന് വെച്ചാൽ ചെറുതുമല്ല. മിഡ് റേഞ്ചിൽ വരുന്ന കൈൻഡ് ഓഫ് ഒരു ചങ്കി സ്നീക്കറാണ്. പക്ഷേ ഇതിൻ്റെ ലേസാണ് ഇതിന് അട്രാക്ഷൻ. നല്ല കട്ടിയുണ്ട്, നമുക്ക് കാണാൻ പറ്റും, നല്ല കട്ടിയുണ്ട്. അപ്പം ഇതിൽ ഉള്ളിൽ ഇതുപോലെ മാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, മാർക്ക് ലോയർ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1584 ആണ്. നമുക്ക് 2 കളർ വേരിയേഷനാണ് കിട്ടുന്നത്. ലാവൻഡറും കിട്ടുന്നുണ്ട്, പേർപ്പിളും കിട്ടുന്നുണ്ട്. ഇത് പേർപ്പിളാണ്. ലാവൻഡർ വേറൊരു കളർ വേരിയേഷനിലാണ് വരുന്നത്. സോ ഇത് അത്യാവശ്യം നല്ലൊരു പീസാണ്. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫുഡ് വെയർ. സോ നെക്സ്റ്റ് ഫുഡ് വെയർ വന്നിട്ട് ഒരു ഹീലാണ്. ഇത് JM ലുക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്നുള്ളൊരു ഹീലാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ലൈറ്റിങ് ചെറിയ വ്യത്യാസമുണ്ടല്ലോ. കാര്യം മറ്റത് നേരത്തെ നിങ്ങൾ കണ്ടത് രാവിലെ എടുത്തതാണ്, ഇതിപ്പോൾ ഞാൻ വൈകിട്ട് എടുക്കുന്നതാണ്. വാവയുള്ളതുകൊണ്ടേ നമുക്ക് എല്ലാം നമ്മുടേതായ രീതിയിൽ നടക്കണമെന്നില്ലല്ലോ. ചിലപ്പം പല പല സമയത്ത് നമുക്ക് വീഡിയോ എടുക്കേണ്ടി വരും. അപ്പോൾ നെക്സ്റ്റ് വൺ ഈ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ച സ്നീക്കേഴ്സ് ഞാൻ ട്രൈ ചെയ്തതിൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ട്രൈ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വന്നത് ആ സ്നീക്കേഴ്സിലാണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ സ്നീക്കേഴ്സാണ്. അതുപോലെ തന്നെ അത്ര ഹെവി അല്ല. പക്ഷേ സൈസിങ് വരുമ്പോഴത്തേക്കും ചെറിയൊരു, അപ്പം എനിക്ക് 6 ആണ് സൈസ് വരുന്നത്. അപ്പോൾ ഞാൻ എക്സാക്ട് സൈസാണ് വാങ്ങിച്ചത്, പക്ഷേ ചെറിയൊരു ലൂസുണ്ട്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് വേണം പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ സാർ നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹീൽസാണ്. ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇതിട്ട് നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഹീൽസ് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, അവർക്കൊക്കെ ഓക്കെ ആയിരിക്കും. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ കുറേ നേരമൊക്കെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹീൽസ് അത്യാവശ്യം ഇങ്ങനെയാണ് വരുന്നത്, പോയിൻറ്റഡ് അല്ല, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാനും നടക്കാനും ഒക്കെ പറ്റും.
പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇതിട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപ്പൂറ്റി വേദന എടുക്കാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഞാൻ വിചാരിച്ചു ഭയങ്കര വേദന ആയിരിക്കുമെന്ന്, പക്ഷെ അത്രയും വേദന ഇല്ലായിരുന്നു, എന്നാൽ വേദന ഉണ്ടായിരുന്നു. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് ചിലർക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ഫീലിംഗ് ആയിരിക്കും, പക്ഷേ എനിക്ക് അത്രയും അൺകംഫർട്ടബിൾ അല്ലായിരുന്നു. ഓക്കെ ആയിരുന്നു. പക്ഷേ ഇതൊരു അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടാ, ഇത്രയും ഹൈറ്റ് വരുന്നത് 3 ഇഞ്ച് ഹൈറ്റോളം വരുന്നുണ്ട്. അപ്പം അത് കംഫർട്ടബിളായിട്ട് നടക്കാൻ പറ്റാത്തവരാണ് ഡെഫിനറ്റ്ലി ഈ ഒരു ഹീൽസ് ട്രൈ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നല്ലത്. ഈ 2 സ്ട്രാപ്പ് ഇങ്ങനെ വരുന്നത് കംഫർട്ടബിൾ ആയിരിക്കുമോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അത് ഭയങ്കര അൺകംഫർട്ടബിൾ ഫീലിംഗ് ഒന്നും അല്ല. അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് വാക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ഹീൽസാണ്. ഇതെന്ന് പറയുന്നത് സുൽത്താൻ എന്ന് പറയുന്ന ഒരു റേഞ്ചാണ്. അതുപോലെ തന്നെ ഒരു 5 റേഞ്ചസ് നമുക്ക് കിട്ടുന്നുണ്ട്, ബ്ലാക്ക്, വൈറ്റ്, പേർപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 698 റുപ്പീസാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഹീൽസ് അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് JM Lux എന്ന് പറഞ്ഞ ബ്രാൻഡ് ട്രൈ ചെയ്ത് നോക്കണം. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫുൾ ഹീൽസ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ് കേട്ടോ, കാണുന്ന പോലെയല്ല. നിങ്ങൾക്കൊരു എത്തനിക് വേഴ്സിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ കൈൻഡ് ഓഫ് ഒരു ഹീൽസാണ്. ട്രാൻസ്പെറൻറ്റ് ഹീൽസാണ്, നല്ല ഭംഗിയുണ്ട്. സാരിയുടെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. ഞാൻ സ്റ്റൈൽ ചെയ്തത് സാരിയുടെ കൂടെ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് വൺ. വന്നിട്ട് സിൽവർ ആരോ എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്നുള്ള ഹീൽസാണ്. ഇതൊരു പോയിന്റഡ് ഹീൽസാണ്. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, അപ്പോൾ അതിൻ്റെ റിവ്യൂ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഞാൻ പറയാം. ഇപ്പം സിൽവർ പോയിന്റഡ് ഹീൽസ് ആയതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം കംഫർട്ടബിൾ ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹീൽസ് ഇട്ട് നടക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും, അല്ലാത്തവർക്ക് ഓഫ് കോഴ്സ് പാടായിരിക്കും. കാര്യം പോയിന്റഡ് ഹീൽസ് എല്ലാവർക്കും ഒന്നും അത്ര നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഇപ്പം 2 ഇഞ്ച് 1 ഇഞ്ച് ഹീൽസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ വരുമ്പോൾ കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിലേ നടക്കാനൊക്കെ പറ്റുള്ളൂ. ഇതൊരു ഫോർമൽ ഹീൽസ് ആണ്. പമ്പ് ഷൂസ് ഫോർ പാർട്ടി ഫോർമൽ ഒക്കേഷൻസ്. ഓക്കെ, ബ്ലാക്ക് ആണ്, ഫുള്ളി ബ്ലാക്ക് ആണ്. ഞാൻ ഇപ്പോൾ ഫോർമലായിട്ടൊക്കെ നമുക്ക് ഡ്രസ്സ് ചെയ്യുമ്പോൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ചൂസ് ചെയ്തത്. ഇത് ഭയങ്കര പോയിൻറ്റഡാണ്. എൻ്റെ കൈൻഡ് ഓഫ് സ്റ്റൈലല്ല, പക്ഷേ ഇത്രയും പോയിൻറ്റഡ് ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. പക്ഷെ നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഹീൽസാണിത്. സോ ഫ്രണ്ടിൽ ഇങ്ങനത്തെ വര പോലത്തെ ഒരു ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല പോയിൻറ്റഡ് ആയിട്ടാണ് വരുന്നത്. എനിക്ക് പോയിൻറ്റഡ് ഹീൽസ് ഇഷ്ടമാണ്, മീൻസ് പോയിൻറ്റഡ് ആയിട്ട് വരുന്ന പമ്പ് ഇഷ്ടമാണ്. പക്ഷേ ഇത്രയും പോയിൻറ്റഡ് ആയിട്ടുള്ള ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതെനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇത് അത്യാവശ്യം ഫിറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കറക്റ്റ് സൈസിങ് ആണ്. എൻ്റെ സൈസ് വരുന്നത് 39 ആണ്, 6. ഓക്കെ, യൂറോ സൈസ് 6 ആണ്. അത്യാവശ്യം നല്ല ഹീൽസാണ്. പോയിൻ്റ് ഹീൽസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡ് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രാൻഡാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബ്രാൻഡാണ് ഈ ഒരു സിൽവർ ആരോ എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പം ഇന്ത്യൻ ബ്രാൻഡിൽ ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്, സിൽവർ ആരോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 769 റുപ്പീസാണ്. ഇതിൽ 2 കളർ റേഞ്ചാണ് കിട്ടുന്നത്, ബ്ലാക്കും ടാനും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ വന്നിട്ട് നിങ്ങളൊരു പെറ്റൈറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, അതായത് ഹൈറ്റ് കുറവായിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് അത്ര ഹൈറ്റൊന്നുമില്ല, എനിക്ക് 5'4" ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ, നിങ്ങൾക്കൊരു ഹൈറ്റുള്ളൊരു ഇലൂഷൻ കൊണ്ടുവരാൻ പറ്റിയ കൈൻഡ് ഓഫ് ഒരു ചെരുപ്പാണ് ഈ കാണുന്ന ട്രാൻസ്പെറൻറ്റ് ഹീൽസ് വരുന്ന, അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഇതുപോലത്തെ സ്ട്രാപ്പ് വരുന്ന സാൻഡൽസ് ഹീൽസ്. ഓക്കെ, അപ്പം ഇത് അത്യാവശ്യം നല്ല ഹൈറ്റുണ്ട്. 3 ഇഞ്ച് ഹൈറ്റ് ഹീൽസാണ് ഇതിന് വരുന്നത്. ഇത് എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് ചോദിച്ചാൽ അത്ര കംഫർട്ടബിൾ അല്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൈൻഡ് ഓഫ് ഒരു സാധനമല്ല ഇത്. ഞാനൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ വാങ്ങിച്ച ഒരു ചെരുപ്പാണ്. എനിക്ക് കംഫർട്ടബിൾ ആണോ ഇല്ലയോ എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒരു ഹീൽസ് വേണമായിരുന്നു. ബിക്കോസ് എൻ്റെ ഹൈറ്റ് അത്ര കുറവായതുകൊണ്ട് തന്നെ ആ ഒരു ഇല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് നോക്കിയതാണ്. ബട്ട് ദിസ് ഈസ് നോട്ട് കംഫർട്ടബിൾ. ഓക്കെ, ബട്ട് ഇത് വെച്ച് നടക്കാൻ ഇഷ്ടമുള്ളവർ, ഹീൽസ് അൺകംഫർട്ടബിൾ എന്ന് ഉദ്ദേശിച്ചത് ഇത്രയും ഹൈറ്റ് വെച്ചുകൊണ്ട് നടക്കാൻ ചിലർക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അൺകംഫർട്ടബിൾ ആണ്. പക്ഷേ ഹീൽസ് യൂസ്ഡ് ആയിട്ടുള്ളവർക്ക് ഇത് ഓക്കെ ആയിരിക്കും. ബിക്കോസ് അത് ഉപ്പൂറ്റിക്ക് അത്ര വേദനയൊന്നും കൊണ്ടുവരില്ല. കാര്യം ഹീൽ ഇങ്ങനെയാണ് പറഞ്ഞത്, പോയിൻറ്റഡ് അല്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 574 റുപ്പീസാണ്. ഷൂ ടോപ്പിയ എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്നുള്ളതാണ്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്, ഇന്ത്യൻ ഒറിജിനാണ്. സോ ഇതാണ് അടുത്ത ചെരുപ്പെന്ന് പറയുന്നത്.
അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഹീൽസാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പക്ഷെ എനിക്ക് ഈ ഒരു ഡീറ്റെയിലിംഗ് മീൻസ് ഇതിൻ്റെ ലോഗോ കൊടുത്തിരിക്കണമെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബാക്കിയൊക്കെ നൈസാണ്. ഓക്കെ, ഈ ഒരു ഹീൽസിൽ 8 ഷെയ്ഡ് റേഞ്ചസ് വരെ കിട്ടുന്നുണ്ട്. ബ്ലാക്ക്, ഗോൾഡ്, റെഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ഷെയ്ഡ് റേഞ്ചസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു ഹീൽസാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചധികം യൂസ് ചെയ്തിട്ടുള്ള, ഞാനിത് ഇപ്പോൾ ഇട്ടുകൊടുക്കുന്ന ഷൂസ് തന്നെയാണ്. ഷൂസല്ല, ഫ്ലാറ്റ്സ് ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കൈൻഡ് ഓഫ് ഒരു സാൻഡിൽസ് ആണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഉപ്പൂറ്റി വേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു സാൻഡിൽസ് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഇത്. ഓക്കെ, ചെരുപ്പെടുത്ത് കൈ പിടിച്ചെങ്കിലും വിചാരിക്കുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഇട്ടിട്ട് ഇത് നിങ്ങൾക്ക് റിവ്യൂ തരണമല്ലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടൊന്ന് പരീക്ഷ നോക്കിയതാണ്. ഡെയിലി വെയർ ആകുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. സോ ഇതാണ് സംഭവം. ഓക്കെ ഓക്കെ, ഇതിൻ്റെ ഡിസൈനൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ പതിഞ്ഞ് പോകുന്ന ടൈപ്പ് ഓഫ് ഒരു മെമ്മറി ഫോം ആണ് ഇതിൻ്റെ ഇൻസോൾ മെറ്റീരിയൽ വരുന്നത്. അപ്പം ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടിപ്പം 1 വീക്കോളം ആയി. 1 വീക്ക് ഞാൻ ട്രൈ ചെയ്തു. ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പം എനിക്ക് നിന്നുകൊണ്ടുള്ള മേക്കപ്പൊക്കെ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നിന്നുകൊണ്ടായിരിക്കുമല്ലോ കൂടുതൽ വർക്ക്സൊക്കെ ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഷൂസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ഓടി നടന്നൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇത് കംഫർട്ടബിളായിട്ട് എനിക്ക് വെയർ ചെയ്യാൻ പറ്റിയ കൈൻഡ് ഓഫ് ഒരു ചപ്പലാണ്. ഇതാണ് ഡിസൈൻ. ഓക്കെ, ബാക്കി ഞാൻ നല്ലത് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം ഇത് നല്ല കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും ഭയങ്കര കൂടുതലൊന്നുമല്ല. ഇത് ഹെൽത്ത് ഫിറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് എന്നുള്ള ഒരു ചപ്പലാണ്. ഭയങ്കര രസമാണ്, നമുക്ക് സ്റ്റൈൽ ചെയ്യാനൊക്കെ ഭയങ്കര രസമായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് അത്ര ഭയങ്കര ഇതൊന്നും ആയിട്ടും തോന്നിയില്ല. പക്ഷേ എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ, അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇടയ്ക്ക് എൻ്റെ കസിനും ഈ സെയിം ചെരുപ്പിട്ടേക്കാണ്. പക്ഷേ അത് വേറൊരു ബ്രാൻഡിൽ സെയിം കളറ്, സെയിം ഡിസൈൻ, സെയിം സാധനം, പക്ഷേ വേറെ ബ്രാൻഡ്. അപ്പോൾ അവളും പറഞ്ഞു അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ സംഭവമാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാങ്ങിച്ചിട്ട് ട്രൈ നോക്കാം. ഇതിൻ്റെ ഈ കൊളുത്ത് ചെറിയതായിട്ടൊന്ന് ഇളവി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടപ്പോഴത്തേക്കും അത് അവിടെ കംഫർട്ടബിളായിട്ടിരുന്നു. ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വാട്ടർ പ്രൂഫാണ്, അതിന് ഏറ്റവും നല്ല കാര്യം. ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ നോക്കാം. ഇതിൻ്റെ പ്രൈസും അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. പ്രൈസ് പറയുന്നത് 688. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു അഫോർഡബിൾ പ്രൈസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ചെരുപ്പ് വാങ്ങിക്കണമെങ്കിൽ ഒരെണ്ണത്തിന് ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ അതിൽ കുറഞ്ഞ റേറ്റിലും സെയിം സാധനം കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൽ 688 റുപ്പീസിനാണ് ഈ ഒരു ചെരുപ്പ് കിട്ടുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കുട്ടി ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആയിട്ടും കൊതു വന്ന് കടിച്ച് കൊല്ലാണ്. ഈ ഒരു കുട്ടി ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു 5 ഫുഡ് വെയറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്നുള്ള താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.